ഗ്യാസ് നിർത്തി. ഹോട്ടലുകൾക്ക് പാചകവാതകമില്ല. ഗാർഹിക ഉപഭോക്താക്കൾക്ക് മാത്രം. മീനുവേ, ഏ മനുവേട്ട എന്തിനാ ഗ്യാസ് ഓഫ് ചെയ്തേ? ഇടി വലിയ ഗ്യാസ് ട്രബിൾ ആണെന്ന്. ഗ്യാസ് ട്രബിൾ വരുവാണെന്നുണ്ടെങ്കിൽ ഷെൽഫിൽ വായു ഗുളിക ഇരിക്കേണ്ട എടുത്ത് കഴിക്കുന്നത്. ടിവിയും കാണൂല, പത്രവും വായിക്കൂല. എടി സ്ട്രേറ്റ് ഓഫ് ഹോർമോൺസ് അടച്ചെന്ന്. ഹോർമോൺസ് കേട്ടിട്ടുണ്ട്. എടി യുദ്ധം നടക്കുന്ന കാര്യം നിനക്കറിയുമോ? യുദ്ധം നടക്കണ എനിക്കറിയാം. പിന്നെ എന്നാ ഇനി ഗ്യാസ് സിലിണ്ടർ കിട്ടത്തില്ലാന്ന്. അയ്യോ, നമ്മൾ എന്നാ ലാസ്റ്റ് ഗ്യാസ് ബുക്ക് ചെയ്തേ? ലാസ്റ്റ് കഴിഞ്ഞ മാസം 28-ാം തീയതി. അപ്പൊ കുറച്ച് ദിവസം ഓടിക്കാം. നീ ഒരു കാര്യം ചെയ്യ്, പെട്ടെന്ന് ഒരു സിലിണ്ടറോട് ബുക്ക് ചെയ്യ്. പെട്ടെന്ന് ആയിക്കോട്ടെ. ചെയ്യാം. കോള് പോലും പോണില്ല മനുവേട്ടാ. നിർത്ത്. ഇതെന്തിനാ ഇത്രയും വെള്ളം വെക്കുന്നേ? എനിക്കൊന്ന് മേലെഴുതാൻ വേണ്ടിട്ടാ. ചൂടുവെള്ളത്തിലേ കുളിക്കൂ കടോ. സൂര്യൻ നല്ല ഉച്ചസ്ഥായിൽ നിൽക്കുന്നത്. ഉച്ചയാകുമ്പോൾ നമ്മൾ ഇവിടെ വെള്ളം കൊണ്ടുവന്ന് വെച്ചാൽ വൈകിട്ടാകുമ്പോൾ നല്ല ചൂടുവെള്ളത്തിൽ കുളിക്കാം. ഓക്കെ? എടി നീ ഇവിടെ നിൽക്കണം. നിന്നോട് ഞാൻ കടുങ്കാപ്പി ചോദിച്ചിട്ട് എത്ര നേരമായി? 24 മണിക്കൂർ ഒരു കടുങ്കാപ്പി. ഈ കടുങ്കാപ്പി കുടിച്ചാണ് ഈ ഗ്യാസ് മൊത്തം തീരുന്നത്. ഇത് ഞങ്ങൾ ഇടുക്കിക്കാരാണ്, ഞങ്ങൾക്ക് കുറെ കടുങ്കാപ്പിയൊക്കെ തരാം. നീ എനിക്കുള്ള കടുങ്കാപ്പി എല്ലാം ഗുത്ത ഉണ്ടാക്കിയാൽ മതി കേട്ടോ. എന്റെ കടുങ്കാപ്പി ഉണ്ടാക്കി ഞാൻ ഇവിടെ ഗ്യാസ് തീർക്കാം. 4834 മീനുവേ. കഴിഞ്ഞ മാസം 1300 എന്ന കറണ്ട് ബില്ല. 4834. ഇൻഡക്ഷൻ കുക്കർ തന്നെ. നീയേ എനിക്ക് രാവിലെ വൈകിട്ട് ഓരോ കടുങ്കാപ്പി തന്നാൽ മതി. ഈ ഇൻഡക്ഷൻ കുക്കർ പരിപാടിയെ നമുക്ക് പറ്റത്തില്ല. അല്ല മീനു, ഇതെന്തിനാ നീ ഉരുളിയൊക്കെ എടുക്കുന്നേ? അല്ല, ചിക്കൻ മേടിച്ചില്ലേ? ചിക്കൻ വറുത്തരച്ച വെച്ചാലല്ലേ ഇറങ്ങത്തുള്ളൂ. വേണ്ട. വറുത്തരച്ച കോഴിക്കറിയൊക്കെ പണ്ട്. ഇപ്പൊ നമുക്ക് ഗ്യാസ് ഇല്ലല്ലോ. അപ്പൊ വറുത്തരച്ച കറി വേണ്ട. അതിനല്ലേ ചേട്ടന്റെ ഗ്രില്ലുള്ളത്. നമുക്ക് ചിക്കൻ ഗ്രില്ല് അടിക്കാം. മനുവേട്ടാ, എന്താ പരിപാടി? ഇടി യുദ്ധം ഒന്നും ഉടനെ ഒന്നും തീരാൻ പോകുന്നില്ല. നമ്മളെ കുറച്ച് വിറകെങ്കിലും കരുതി വെച്ച് കഴിഞ്ഞാൽ നാളെ നമുക്ക് കഞ്ഞി കുടിക്കാം. ഈ മനുവേണ്ട ഒരു കരുതല്. മനുവേട്ടാ, ഇതെങ്ങോട്ടാ? ഇടി ഞാനേ പഞ്ചായത്ത് വരെ പോവാ. പഞ്ചായത്തിൽ നിന്ന് ഓരോ വീടിനും ഓരോ ബയോഗ്യാസ് പ്ലാന്റ് അനുവദിച്ചിട്ടുണ്ടെന്ന്. ആണോ? ഇന്ന് കൊടുത്താൽ അടുത്ത വർഷം എങ്ങനെ കിട്ടുന്നു?